Hi students, we are discussing unit 4, that is values for sustainable development, and our topic is values for sustainable development. There are four core values, mainly three core values for sustainable development: peace, democracy, human rights, and sustainable development. So these four values are described in detail. That is, there is core values and related values. Okay, അപ്പോൾ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അതായത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആവശ്യമായ വാല്യൂസ് ഏതൊക്കെയാണ്. മെയിൻ ആയിട്ട് ഫോർ വാല്യൂസ് ആണ്. കോർ വാല്യൂസ് എന്ന് പറയുന്നത് ഫോർ പീസ്, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി. ആൻഡ് ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള വാല്യൂസ് കൂടി നമ്മൾ ഉൾപ്പെടുന്നുണ്ട്. സോ there are core values and related values. So നമുക്ക് ഏതൊക്കെയാണ് കോർ വാല്യൂസ്, ഏതൊക്കെയാണ് റിലേറ്റഡ് വാല്യൂസ് നോക്കാം. നമ്മൾ ഓൾറെഡി പീസ് ഡിസ്കസ് ചെയ്തു. അതിൽ ചില വാല്യൂസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. പീസ് എന്ന് പറഞ്ഞാൽ അല്ലെ സമാധാനം. സോ അതുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വാല്യൂസ് വരുന്നുണ്ട്. ലവ്, സെൽഫ് വർത്ത്, സെൽഫ് എസ്റ്റീം, ട്രസ്റ്റ്, റെസ്പെക്ട്, പോസിറ്റീവ് സെൽഫ് ക്രിറ്റിസിസം, openness, deep sense of responsibility, concern for others, fidelity, belief or faithfulness to a person. ബാക്കിയെല്ലാം നമുക്ക് അറിയുന്ന ടേംസ് ആണ്. ഫിഡിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റൊരാളിലുള്ള നമുക്കുള്ള വിശ്വാസം. ലോയൽറ്റി, സെൻസ് ഓഫ് സാക്രിഫൈസ്, ഇതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ത്യാഗം ചെയ്യാനുള്ള ഒരു സെൻസ് അല്ലെ. നമുക്കൊരു പലർക്കും വേണ്ടിയിട്ട് നമ്മളൊരു സാക്രിഫൈസ് ചെയ്യാനുള്ള ഒരു ഇത്. അതേപോലെ റീകൺസിലിയേഷൻ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. കറേജ്, ജെന്റിൽനെസ്, എൻഡ്യൂറൻസ് മീൻസ് സഹിഷ്ണുത അല്ലെങ്കിൽ ക്ഷമ. അപ്പൊ ഇതൊക്കെയാണ് ലവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് കമ്പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അനുകമ്പ എന്നൊക്കെ പറയും. കൈൻഡ്നെസ്, മോറൽ സ്ട്രെങ്ത്, ഫോർട്ടിറ്റ്യൂഡ് മീൻസ് കറേജ്, സ്ട്രെങ്ത് അല്ലെങ്കിൽ കറേജ്. ദെൻ സെൻസിറ്റിവിറ്റി ടു അതേഴ്സ് മീൻസ് അല്ലെ, ഗുഡ് വിൽ, നർച്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രിങ് അപ്പ് അല്ലെങ്കിൽ നോക്കി നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുടെ എന്താ പറയാ പരിപാലിക്കുക എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബ്രിങ് അപ്പ് വാല്യൂസ് ഒക്കെ നമ്മൾ കുട്ടികളെ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതാണ് നർച്ചറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സപ്പോർട്ടീവ്നെസ് അല്ലെ, മറ്റുള്ളവരെ സഹായിക്കുക. ടേക്ക് കെയർ ഓഫ് എന്നൊക്കെ പറയാം. നർച്ചറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് കെയർ ഓഫ്. ഹാർമണി, ഐക്യം, മ്യൂച്വൽ ട്രസ്റ്റ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ, പരസ്പര വിശ്വാസം. സെൻസ് ഓഫ് ബിലോങ്ങിങ്, കൾച്ചറൽ വർത്ത്, കോപ്പറേഷൻ, കൊളാബറേഷൻ. അതൊക്കെ നമ്മുടെ ഹാർമണി പറഞ്ഞ ഐക്യത്തിന് എന്ത് വേണം? കോപ്പറേഷൻ വേണം, കൊളാബറേഷൻ വേണം, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, കൺസേൺ ഫോർ കോമൺ ഗുഡ്, പൊതു നന്മ, അതിനെക്കുറിച്ചൊരു കൺസേൺ വേണം. സെൻസ് ഓഫ് റീകൺസിലിയേഷൻ അല്ലെ, നമുക്ക് ഇതേപോലെ റീകൺസിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ച് അല്ലെ, അതിനൊരു എല്ലാം പഴയ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു സെൻസ് നമുക്കൊരു ഇത് വേണം. ഡിസയർ ഫോർ കോൺസെൻസസ് അല്ലെ, എല്ലാവർക്കും ഒരു ഒരു കൺസെൻ, എല്ലാവരെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടുവരിക, ഒരു പൊതു സമ്മതം അല്ലെ, എല്ലാവരുടെയും ഒരു സമ്മതം നേടിയെടുക്കാനുള്ള ഒരു ശ്രമം. ടോളറൻസ് എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത, അതിൽ മ്യൂച്വൽ റെസ്പെക്ട്, ജെനുവിൻ ആക്സെപ്റ്റൻസ് അല്ലെ, സത്യസന്ധമായിട്ട് സ്വീകരിക്കാൻ തയ്യാറാവണം. മറ്റുള്ളവരെ ഉൾപ്പെടുത്തുക. അക്കോമഡേഷൻ, റെസ്പെക്ട് ഫോർ പേഴ്സണൽ ആൻഡ് കൾച്ചറൽ ഡിഫറൻസസ്, പീസ്ഫുൾ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ആക്സെപ്റ്റൻസ് ആൻഡ് ഇതൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ആക്സെപ്റ്റൻസ്? അപ്രീസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി ഓഫ് കൾച്ചർ, യൂണിറ്റി ഡൈവേഴ്സിറ്റി, മൈനോറിറ്റിനെ റെസ്പെക്ട് ചെയ്യുക, ഫോറിനേഴ്സിനെ റെസ്പെക്ട് ചെയ്യുക, സെൻസ് ഓഫ് ഹ്യൂമർ, നന്ദി ഉണ്ടായിരിക്കണം, കോർഡിയാലിറ്റി ഉണ്ടായിരിക്കണം, ഓപ്പൺ മൈൻഡഡ്നെസ് ആയിരിക്കണം. പിന്നെ കെയറിങ് ആൻഡ് ഷെയറിങ്, ലവ്, കൺസേൺ, ജനറോസിറ്റി, ഇന്റർഡിപെൻഡൻസ്, പരസ്പരം ആശ്രയിക്കുക, സെൻസ് ഓഫ് ഇന്റർ കണക്ഷൻ വിത്ത് അതേഴ്സ് ആൻഡ് വിത്ത് ക്രിയേഷൻ, ഗ്ലോബലൈസേഷൻ. നമുക്കൊരു പൗരത്വ ബോധം, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നമുക്കൊരു സെൻസ് വേണം. നമ്മുടെ ലോകത്തിലെ എല്ലാവരുടെയും നന്മ, അങ്ങനെ ഒരു ഗ്ലോബലൈസേഷൻ, നാഷണലൈസേഷൻ, ഇന്റർനാഷണലൈസേഷൻ, ഒരു
നല്ല കാര്യം നമ്മൾ ഇപ്പൊ എല്ലാവരിലും ഒരു നന്മ കാണുക, അതാ ഉദ്ദേശിക്കുന്നത്. മറ്റു രാജ്യങ്ങളെ നമ്മൾ ഇതായിട്ട് കാണാതിരിക്കുക. അങ്ങനെ സെൻസ് ഓഫ് സബ്സിഡിയറി, അതായത് നമ്മളൊരു സബ്സിഡിയറി ആവാനുള്ള ഒരു സെൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മളാണ് ഏറ്റവും വലുത് എന്നത്, നമ്മളെക്കാൾ വലിയ ആൾക്കാരുണ്ട് ഇവിടെ എന്നുള്ളൊരു ബോധം. അതിപ്പോ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ അത് നല്ലതാണ്. നമ്മളാണ് സുപ്രീം പവർ എന്നൊരു ചിന്ത വരാത്ത രീതിയിൽ പ്രവർത്തിക്കുക. പിന്നെന്താ പറയുന്നത്, നോൺ വയലൻസ് അല്ലെ, നോൺ വയലൻസ്, ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ വേണം. ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ്, മ്യൂച്വൽ റെസ്പെക്ട് അല്ലെ, പരസ്പര വിശ്വാസം, പരസ്പര ബഹുമാനം. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുമ്പോൾ ഒക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റും. ക്രിയേറ്റീവ് ആൻഡ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കോപ്പറേഷൻ, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോപ്പറേഷൻ വേണം എല്ലാവരും തമ്മിൽ. ദെൻ ട്രാൻസ്ഫോർമേഷൻ ലീഡർഷിപ്പ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു മാറ്റം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ആയിരിക്കണം, മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ. കമ്മിറ്റ്മെന്റ് ടു ദ ഫ്യൂച്ചറിനോട് ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ടായിരിക്കണം. എംപതി മീൻസ് അപ്രീസിയേഷൻ ദി അതർ, മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ്. സിമ്പതി, എംപതി എന്നൊക്കെ പറയുന്നത്. അവയർനെസ്, കൺസേൺ, ഇതൊക്കെ അതിൽ വരുന്നത്. പിന്നെ വരുന്നത് സ്പിരിച്വാലിറ്റി വരുന്നുണ്ട്. അതിൽ ഇന്നർ പീസ് അല്ലെ, നമ്മളെ മനസ്സിനൊരു സമാധാനം, അല്ലെ, റെവറൻസ് ആൻഡ് റെസ്പെക്ട് ഫോർ ലൈഫ്. റെവറൻസ് എന്ന് പറഞ്ഞാൽ റെസ്പെക്ട് എന്നൊക്കെ തന്നെയാണ് അർത്ഥം. നമ്മളൊരു ജീവിതത്തിനോട് നമുക്കൊരു ബഹുമാനം, ഒരു വിലയൊക്കെ തോന്നണം, വാല്യൂ തോന്നണം. ബിലീഫ് ഇൻ വൺസ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ പൊട്ടൻഷ്യൽ, ഭൗതികവും ആത്മികവുമായിട്ടുള്ള കഴിവുകൾ എല്ലാവർക്കും ഉണ്ട്. അത് അതിൽ നമുക്കൊരു വിശ്വാസം വേണം, നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചൊരു നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ദെൻ കോൺഫിഡൻസ് ഇൻ ദ ഹ്യൂമൻ സ്പിരിറ്റ്, നമ്മുടെ ആത്മീയത, അതിൽ നമുക്കൊരു എന്താ പറയാ, വിശ്വാസം വേണം. നമുക്ക് ഫ്രീഡം ഓഫ് തോട്ട് അല്ലെ, ഫ്രീ ആയിട്ടുള്ള ഒരു ചിന്താഗതി. ഇക്വിനിമാലിറ്റി പറഞ്ഞ കാംനെസ്, ഒരു സമാധാനമായിട്ടുള്ള ഒരു ചിന്ത. ഇന്നർ സ്ട്രെങ്ത്, ഇന്റഗ്രിറ്റി, ജെനുയിൻനെസ്. ജെനുയിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില്, ജെനുയിൻ എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള, ജെനുയിൻ ആയിട്ടുള്ള ഒരു അങ്ങനത്തെ രീതിയിലായിരിക്കും നമ്മുടെ ചിന്താഗതിയൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട്. പിന്നെ റൈറ്റിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വാലിറ്റി, റൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ നീതി, ജസ്റ്റിസ് ആണ് റൈറ്റിയസ്നെസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു നീതിബോധം നമുക്ക് ഉണ്ടായിരിക്കണം. റിഫ്ലക്റ്റീവ് ആറ്റിറ്റ്യൂഡ്, മെഡിറ്റേറ്റീവ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ചിന്താശക്തി ഉണ്ടായിരിക്കണം. മെഡിറ്റേറ്റീവ്നെസ്, സെൽഫ് അവയർനെസ്. റിഫ്ലക്റ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച്, നമ്മുടെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ അറിയണം. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് അപ്രീസിയേഷൻ, റെസ്പെക്ട് ആൻഡ് ആക്സെപ്റ്റൻസ്. നമുക്ക് എല്ലാവരോടും നന്ദി വേണം. നമ്മൾക്ക് ആരെങ്കിലും നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ദൈവത്തിന് നന്ദി പറയണം എന്ന് പറയില്ലേ, ഗ്രാറ്റിറ്റ്യൂഡ്. അതേപോലെ നമ്മൾ മറ്റുള്ളവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അപ്രീസിയേഷൻ, ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് നല്ലതെന്ന് പറയാനുള്ള ഒരു റെസ്പെക്ട് ചെയ്യുക, മറ്റുള്ളവരെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടാവണം. സോ ഇതൊക്കെ ഒരൊറ്റ പോയിന്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരും. പക്ഷെ അത് മെയിൻ ഇതിപ്പോ പീസ് എന്ന് പറയാൻ ഇൻഡിവിജ്വൽ ആയിട്ടും വരും, ഡെമോക്രസിയിൽ വരും, ഹ്യൂമൻ റൈറ്റിൽ വരും. ഓക്കെ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിലൊക്കെ പല പോയിന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരാം. നെക്സ്റ്റ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെ വാല്യൂസാണ് വരുന്നത്. ട്രൂത്ത്, റൈറ്റ് ടു എക്സിസ്റ്റ്, നമുക്ക് അവകാശം ഉണ്ടല്ലേ, നമുക്ക് ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശം. അതിപ്പോ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. നമ്മളത് മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, തടയാൻ പാടില്ല. ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് സംസാരിക്കാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം. എക്സ്പ്രഷൻ, നമുക്ക് ബിലീഫ്, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്, ഇഷ്ടമുള്ള ദൈവത്തിനെ ആരാധിക്കാനുള്ള അവകാശമുണ്ട്. സോ അതൊക്കെ ഹ്യൂമൻ റൈറ്റ്സിൽ വരുന്ന വാല്യൂസ് ആണ്. അതൊക്കെ നമ്മുടെ വാല്യൂസിൽ വരുന്നതാണ്. റെസ്പെക്ട് ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി, അല്ലെ, നമുക്ക് മറ്റുള്ളവരുടെ ഒരു അന്തസ്സ്, അവരുടെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാവും, ഡിഗ്നിറ്റി ഉണ്ടാവും, അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ സ്വയം റെസ്പെക്ട് ചെയ്യണം, മറ്റുള്ളവരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കണം നമുക്ക്. റെസ്പെക്ട് ഫോർ ബേസിക് റൈറ്റ്സ് ഓഫ് എവറി പേഴ്സൺ, അല്ലെ,
ഏതൊരാളുടെയും അടിസ്ഥാന അവകാശങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്തിരിക്കണം. ലവ് ആൻഡ് കെയർ നമുക്ക് ഉണ്ടായിരിക്കണം. റെസ്പെക്ട് ഫോർ അതേഴ്സ് വർക്ക്, മറ്റുള്ളവരുടെ ജോലിക്കൊക്കെ നമ്മളൊരു എല്ലാ തൊഴിലിനും എന്താണ് ഈക്വൽ വാല്യൂ ഉണ്ട്. സോ അങ്ങനെ ഒരു ചിന്താഗതി വേണം. അക്കൗണ്ടബിലിറ്റി പറഞ്ഞ ഉത്തരവാദിത്വ ഭേദം വേണം. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി വേണം. ആക്സെപ്റ്റൻസ് ഓഫ് ദ കോൺസിക്വൻസ് ഓഫ് വൺസ് ആക്ഷൻ. നമുക്കൊരു ഉത്തരവാദിത്വ ബോധം, അതൊരു വാല്യൂ ആണ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഓക്കെ, അങ്ങനെ ഒരു നമുക്ക് ആ ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ആക്സെപ്റ്റൻസ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് ഡൈവേഴ്സിറ്റി. നമുക്കറിയാം പല ജാതി, പല മത, പല കൾച്ചറും പല ഭാഷകളും അല്ലെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പല സ്വഭാവമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. റെസ്പെക്ട് ഫോർ ബിലീഫ് ആൻഡ് കൾച്ചർ ഓഫ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ സോവറിനിറ്റി ഓഫ് അതർ നേഷൻസ്. നമ്മൾ എല്ലാ മതങ്ങളെയും ഒക്കെ നമ്മൾ ഡിഫറെന്റ് കൾച്ചർ, ഡിഫറെന്റ് ബിലീഫ്, വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കും ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസിന്. സോ അതൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരുടെ ഓരോ രാജ്യത്തിനും അതിൻ്റെതായ പരമാധികാരം, സോവറിനിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അധികാരം ഉണ്ടായിരിക്കും. സോവറിനിറ്റി, പരമാധികാരം, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ഫോർ കൾച്ചർ ഓഫ് അതർ കൺട്രീസ്, മറ്റു രാജ്യങ്ങളിലെ കൾച്ചറൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. റെസ്പെക്ട് ഫോർ ദ റൈറ്റ്സ് ഓഫ് മൈനോറിറ്റി, മൈനോറിറ്റി ആൾക്കാരുടെ അതായത് ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതേപോലെ ഡിസഡ്വാൻറ്റേജ്ഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ സമൂഹത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരെ സഹായിക്കുക. പിന്നെ വരുന്ന ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, സ്വാതന്ത്ര്യം അതേപോലെ ഉത്തരവാദിത്വം. ഫ്രീഡം ഓഫ് സ്പീച്ച്, നമുക്ക് കാര്യങ്ങൾ പറയാനുള്ള ഫ്രീഡം വേണം. ഫ്രീഡം ഓഫ് വേർഷിപ്പ് അല്ലേ. ദെൻ ഫ്രീഡം ഫ്രം ഫിയർ, ഇഗ്നോറൻസ് ആൻഡ് ഹങ്കർ. നമുക്ക് വിശപ്പ്, അത് ഭക്ഷണം കിട്ടാനുള്ള അവകാശമുണ്ട്. അതൊക്കെ അവകാശമല്ല, അതിനൊക്കെ ഒരു സ്വാതന്ത്ര്യം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ. അതേപോലെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട് മറ്റുള്ളവരെ കൊണ്ട്. ഫ്രീഡം, നമുക്കൊരു പ്രൊട്ടക്ഷൻ ലഭിക്കണം. ഫ്രീഡം ഫ്രം ഫിയർ ഉണ്ടായിരിക്കണം. ഫ്രീഡം ഓഫ് വേർഷിപ്പ് ഉണ്ടായിരിക്കണം. സോ ഇതൊക്കെ നമുക്ക് ലഭിക്കേണ്ട കാര്യങ്ങളാണ്. സോ അതൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം. ഇങ്ങനെ അവർക്കൊക്കെ ഉള്ള അതേപോലെ വാല്യൂസ് ഉണ്ട്, ആ വാല്യൂസ് നമ്മൾ കൊടുക്കുക തന്നെ വേണം. സോ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, സ്വാതന്ത്ര്യം അതേപോലെ തന്നെ ഉത്തരവാദിത്വം, ഇതൊക്കെ വേണ്ടപ്പെട്ട വാല്യൂസ് ആണ്. നമ്മളെല്ലാവർക്കും ലഭിക്കേണ്ട കാര്യങ്ങളാണ്. പ്രിപ്പയർനെസ് ടു വർക്ക് വിത്ത് അതേഴ്സ്, കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. നെക്സ്റ്റ്, ഇന്റഗ്രിറ്റി, ഒരു മോറൽ അപ്രൈറ്റ്നെസ്. മോറൽ അപ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതി ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. മോറൽ അപ്രൈറ്റ്നെസ് എന്ന് പറഞ്ഞാൽ മോറൽ ഇന്റഗ്രിറ്റി, നേര് അല്ലെ, നേരായ കാര്യം, ശരിയായ കാര്യങ്ങൾ എന്താ, ഒരു എത്തിക്കൽ ബിഹേവിയർ നമുക്ക് ഉണ്ടായിരിക്കണം. ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. ഓണസ്റ്റി ഉണ്ടായിരിക്കണം. നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധം വേണം. ചില ആൾക്കാർ പറയുന്നത് വേറെ, പ്രവൃത്തി വേറെ, അങ്ങനെ പാടില്ല. നമുക്കൊരു കൺസിസ്റ്റൻസി വേണം വാക്കുകളും പ്രവൃത്തിക്കും. ഇത്രയാണ് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള. അതായത് നമുക്കറിയാം പലർക്കും അവകാശങ്ങളുണ്ട്, അതൊന്നും ലഭിക്കുന്നില്ല. പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാരുണ്ട് അല്ലെ. യുദ്ധങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്, അവിടുത്തെ ആൾക്കാരുണ്ട്. സോ അവർക്കെല്ലാം വേണ്ടപ്പെട്ട അവകാശങ്ങളൊക്കെ ലഭിക്കണം. അതൊക്കെ വാല്യൂസ് ആണ്, അവർക്ക് ലഭിക്കേണ്ട വാല്യൂസ് ആണ് അതൊക്കെ. പിന്നെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടിട്ട് റെസ്പെക്ട് ലോ ആൻഡ് ഓർഡർ, നിയമം അല്ലെ, ഒക്കെ നമ്മൾ നിയമത്തിന്, ഓരോ രാജ്യത്തിന്റെ നിയമം നമ്മൾ ബഹുമാനിക്കണം. ഡിസിപ്ലിൻ, അച്ചടക്കം വേണം. റെസ്പെക്ട് ഫോർ അതോറിറ്റി, നമുക്ക് ആ അധികാരത്തിന് റെസ്പെക്ട് ചെയ്യണം. മ്യൂച്വൽ ട്രസ്റ്റ്, പരസ്പര വിശ്വാസം. ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റി, പിന്നെ വേണ്ടത് ഫ്രീഡം, സ്വാതന്ത്ര്യം വേണം, ഉത്തരവാദിത്വ ബോധം വേണം. ഡെമോക്രാറ്റിക് ആൻഡ് റെസ്പോൺസിബിൾ വേ ഓഫ് ലൈഫ്, നമ്മുടെ ജീവിത രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ഇതിപ്പോ നമ്മുടെ എല്ലാവർക്കും പൗരന്മാർക്ക് വേണ്ടതാണ്. ഒരു ഡെമോക്രാറ്റിക് ആയിരിക്കണം. അതേപോലെ നമ്മുടെ ജീവിതം ഒരു ഉത്തരവാദിത്വ ബോധമുള്ള ലൈഫ് ആയിരിക്കണം. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് ആർട്ടിക്കുലേഷൻസ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു ഫ്രീഡം വേണം, അതാ പറയുന്നത്. ആർട്ടിക്കുലേഷൻ മീൻസ് ദ റൈറ്റ് ടു എക്സ്പ്രസ് വൺസ് ഒപ്പീനിയൻ ആൻഡ് ഐഡിയാസ് വിത്തൗട്ട് ഫിയർ. നമുക്ക് ഒരു പേടിയില്ലാതെ നമ്മുടെ
കാര്യങ്ങൾ പറയാനുള്ള ഒരു റൈറ്റ്, അതാണ് ഫ്രീഡം ഓഫ് ആർട്ടിക്കുലേഷൻ. റെസ്പെക്ട് ഫോർ അതേഴ്സ് റൈറ്റ്സ്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം. ഇക്വാലിറ്റി, ബിലീഫ് ഇൻ ഹ്യൂമൻ ഡിഗ്നിറ്റി, ഓരോരുത്തരുടെ ഡിഗ്നിറ്റി ഉണ്ട്, അഭിമാനമുണ്ട്. സോ അതിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യണം. റെക്കഗ്നീഷൻ ഓഫ് അതേഴ്സ് റൈറ്റ്സ്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ അംഗീകരിക്കുക, എസ്പെഷ്യലി ദോസ് ഓഫ് മൈനോറിറ്റീസ് ആൻഡ് ദോസ് ഡിപ്രൈവ്ഡ്, അതായത് സമൂഹത്തിലെ മൈനോറിറ്റീസ് അതേപോലുള്ളവരുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യുക. ദെൻ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം, കോട്സി, ഗുഡ് ബിഹേവിയർ ഇൻ ഹ്യൂമൻ ഇന്ററാക്ഷൻ, അല്ലെ, നല്ല പെരുമാറ്റം മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ ഒക്കെ, നോൺ വയലൻസ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ആ വഴക്കൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കണം, ആ ഒരു മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം, വാല്യൂസ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ആക്റ്റീവ് ആൻഡ് റെസ്പോൺസിബിൾ സിറ്റിസൺ, നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഉത്തരവാദിത്ത ബോധമുള്ള സിറ്റിസൺസ് ആയിരിക്കണം. റെഡിനെസ്, എല്ലാ കാര്യത്തിനും സന്നദ്ധരായിരിക്കണം, വളണ്ടിയേഴ്സ് ആയിരിക്കണം. സിവിക് മൈൻഡഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസേൺ ഫോർ ദ വെൽബീയിങ് ഓഫ് വൺസ് കമ്മ്യൂണിറ്റി, കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മളുടെ സമുദായം, നമ്മൾ ഏത് സൊസൈറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ സൊസൈറ്റിയിലെ അവരുടെ എന്താണ് വെൽബീയിങ്, അതിനെ കുറിച്ചൊരു കൺസേൺ നമുക്ക് ഉണ്ടായിരിക്കണം, അവരുടെ നന്മ കൂടി നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓപ്പൺനെസ്, തുറന്ന് ഒരു സുതാര്യമായിരിക്കണം. ഡയലോഗ്സ് ആൻഡ് കൺസൾട്ടേഷൻ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണം. നെഗോഷിയേഷൻസ്, ഓപ്പൺ മൈൻഡഡ്നെസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് ട്രൂത്ത് ആൻഡ് യൂണിവേഴ്സൽ വാല്യൂസ്, എല്ലാറ്റിനെ കുറിച്ച് നമുക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് ഉണ്ടായിരിക്കണം. സയന്റിഫിക് ട്രൂത്ത് ആയാലും അതേപോലെ തന്നെ യൂണിവേഴ്സൽ വാല്യൂസ് ആയാലും എല്ലാറ്റിനും നമ്മളൊരു ഓപ്പൺ മൈൻഡഡ്നെസ് ആയിരിക്കണം. ഇത്രയാണ് നമ്മൾ ഈ പറയുന്ന ഡെമോക്രസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. കഴിഞ്ഞിട്ടില്ല. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ തിങ്കിങ്, അല്ലെ, നമുക്ക് ചിന്താശക്തി ക്രിട്ടിക്കൽ ആയിട്ട്, റാഷണൽ തോട്ട് ഉണ്ടായിരിക്കണം, സയന്റിഫിക് ഔട്ട്ലുക്ക്, ക്വസ്റ്റ്യനിങ് മൈൻഡ് ആയിരിക്കണം, സെർച്ച് ഫോർ ട്രൂത്ത്, വെൽ ഇൻഫോംഡ് ജഡ്ജ്മെന്റ്, ഇതൊക്കെ നമുക്ക് വേണ്ട വാല്യൂസ് ആണ്. ക്വസ്റ്റ്യനിങ് മൈൻഡ്, അല്ലെ, ചോദ്യം ചെയ്യൽ, അല്ലെ, എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ സത്യം എന്താന്ന് അന്വേഷിക്കുക. വെൽ ഇൻഫോംഡ് ജഡ്ജ്മെന്റ്, നമ്മൾ എല്ലാ കാര്യവും അറിഞ്ഞിട്ട് മാത്രമേ തീരുമാനത്തിൽ എത്താൻ പാടൂ, പെട്ടെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ആവശ്യമാണ്. അത് രാഷ്ട്രീയക്കാരായാലും അതേപോലെ തന്നെ പ്രധാനപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്നവരായാലും ഒക്കെ അവർക്കത് വേണം. സോളിഡാരിറ്റി ഉണ്ടായിരിക്കണം. സോളിഡാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐക്യദാർഢ്യം എന്നൊക്കെ പറയും. അതായത് നമ്മുടെ രാജ്യത്തിനോടുള്ള ഒരു സോളിഡാരിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. കളക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ്, അത് ഒന്നിച്ച് തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ്, സഹകരണം, കോപ്പറേഷൻ, ടീം വർക്ക്, പീസ്ഫുൾ സൊല്യൂഷൻ ഓഫ് പ്രോബ്ലംസ്, സമാധാനപരമായിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനുള്ള ശ്രമം, അതൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ആ ഒരു വാല്യൂസ് ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കണം. അടുത്തത് ഡെമോക്രസി കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ട വാല്യൂസ് എന്തൊക്കെയാണ്, വേറെ അതർ വാല്യൂസ്, എഫിഷ്യൻസി ആൻഡ് ഇൻഡസ്ട്രി, ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി, എഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻഡസ്ട്രി ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്പ്, ഡിസിപ്ലിൻ, പ്രാക്ടിക്കൽ മൈൻഡഡ്നെസ് ഉണ്ടായിരിക്കണം. നമുക്കൊരു പ്രാക്ടിക്കൽ മൈൻഡ്, എല്ലാ കാര്യത്തിനോടും ഒരു പ്രാക്ടിക്കലി ചിന്തിക്കാനുള്ള ഒരു ഓക്കെ. ഇക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റിനെ കുറിച്ച് നമുക്കൊരു ചിന്ത വേണം. അതായത് നമ്മുടെ ഇക്കോളജിനെ നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ ഹാർഡ് വർക്ക് ആയിരിക്കണം, ഡിസിപ്ലിൻ, പ്രാക്ടിക്കൽ മൈൻഡഡ്നെസ് ആയിരിക്കണം, അതൊക്കെ ഒരു ക്വാളിറ്റിയാണ് വേണ്ടത്. ഫ്യൂച്ചർ ഓറിയന്റേഷൻ ആയിരിക്കണം, സസ്റ്റൈനബിൾ ഫ്യൂച്ചർ, ഓൾട്ടർനേറ്റീവ് ഫ്യൂച്ചർ, അതേപോലെ വിഷണറി ഓറിയന്റേഷൻ ഉണ്ടായിരിക്കണം. സെൻസ് ഓഫ് മിഷൻ, നമ്മുടെ മിഷൻ എന്താ, വിഷൻ എന്താ എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. മിഷൻ എന്ന് പറഞ്ഞാൽ ആ വിഷനിലേക്ക് എത്താനുള്ള സ്റ്റെപ്പ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആണ് മിഷൻ. ചെറിയ ചെറിയ മിഷൻസിലൂടെയാണ് നമുക്ക് എന്തിലെത്താം, വിഷൻസിലെത്താം. ദെൻ എൻവയോൺമെന്റൽ കൺസേൺ ഉണ്ടായിരിക്കണം, എൻവയോൺമെന്റൽ കെയർ, എൻവയോൺമെന്റൽ ആക്ഷൻസ്, സ്റ്റുവർഷിപ്പ് ഓഫ് റിസോഴ്സസ്, നമ്മളൊരു കാര്യസ്ഥനെ പോലെയാണ്, നമ്മൾ നോക്കി നടത്തണം. റിസോഴ്സസ് എല്ലാം നമ്മൾ നമ്മുടെ അടുത്ത ജനറേഷനും കൂടി വേണ്ടതാണെന്നുള്ളൊരു ഉത്തരവാദിത്തത്തോടു കൂടി പ്രൊട്ടക്ട് ചെയ്യുക. റെവറൻസ് ഫോർ നാച്ചുർ, പ്രകൃതിനെ റെസ്പെക്ട് ചെയ്യുക. ആൻഡ് റെസ്പോൺസിബിൾ കൺസംഷൻ, നമ്മളൊരു
റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കൺസംഷൻ, നമ്മളത് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് ഫ്യൂച്ചറിൽ കൂടി വേണ്ടതാണ് എന്നുള്ളൊരു ഇതിൽ വേണം നമ്മൾ ഉപയോഗിക്കാൻ. സോഷ്യൽ ജസ്റ്റിസ്, സെൻസ് ഓഫ് കോമൺ ഗുഡ്. സോഷ്യൽ ജസ്റ്റിസ് അല്ല, ഒരു ജസ്റ്റിസ് ഉണ്ടായിരിക്കണം. സാമൂഹ്യ നീതി, സോഷ്യൽ ജസ്റ്റിസ്. സെൻസ് ഓഫ് കോമൺ ഗുഡ്, പൊതു നന്മ, അതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്താഗതി വേണം. ക്രിയേറ്റിവിറ്റി ഇൻ പ്രിസർവിങ് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റിസോഴ്സസ്. നമ്മുടെ എങ്ങനെ നമുക്ക് നമ്മുടെ റിസോഴ്സസ് എല്ലാം സംരക്ഷിക്കാം. ക്രിയേറ്റിവിറ്റി ഇൻ സോൾവിങ് എൻവയോൺമെന്റൽ കൺസേൺ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി. എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം, അതിനെക്കുറിച്ചുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കണം. ഫ്രാഗ്വാലിറ്റി, സിംപ്ലിസിറ്റി. So that is a respect for life, responsible consumption, effective management of resources. Resources എല്ലാം effective ആയിട്ട് മാനേജ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രാഗ്വാലിറ്റി എന്ന് പറഞ്ഞാൽ മിതമായ വിനിയോഗം. സിംപ്ലിസിറ്റി, നമ്മൾ സിമ്പിളായിരിക്കും, നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അമിതമായി ചെലവാക്കാതെ സിമ്പിളായിട്ട് ജീവിക്കുക. ഫ്രാഗ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൺസംഷൻ കുറയ്ക്കുക. ദെൻ എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് റിസോഴ്സസ്, നമുക്ക് ലഭിച്ചുള്ള റിസോഴ്സസ് വളരെ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക. പേഴ്സണൽ ഇക്കോളജി, ദാറ്റ് ഈസ് പേഴ്സണൽ ഇക്കോളജി എന്ന് പറയുമ്പോൾ റെവറൻസ് ഫോർ ലൈഫ്, നമ്മുടെ സമൂഹത്തിനോട് നമുക്കൊരു ഉത്തരവാദിത്ത ബോധം വേണം, അതാണ്. അതേപോലെ തന്നെ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്, പേഴ്സണൽ കെയർ, അല്ലെ, നമുക്കൊരു വ്യക്തിപരമായിട്ടുള്ളൊരു കെയർ ഉണ്ടായിരിക്കണം. നമ്മുടെ സൊസൈറ്റിയുടെ ഇക്കോളജിയുടെ വെൽബീയിങ്ങിന് കൂടി നമ്മൾ ശ്രമിക്കണം. ഇത്രയാണ് നമ്മുടെ കോർ വാല്യൂസ് ആൻഡ് റിലേറ്റഡ് വാല്യൂസ്. ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്നും എന്തായാലും പഠിക്കണം. 4 കോർ വാല്യൂസ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വാല്യൂസ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ കുട്ടികളിൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യാം എന്നാണ് നെക്സ്റ്റ് വീഡിയോയിൽ.